സംസ്ഥാനത്തെ ലോറി ഉടമകളും ലോറി ഡ്രൈവർമാരും ശ്രദ്ധിക്കേണ്ട ഒരു വാർത്തയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. നിങ്ങളെ ചതിക്കുഴിയിൽ വീഴ്ത്തി പണം സമ്പാദിക്കാൻ തക്കം പാർത്തിരിക്കുന്ന ചില സംഘങ്ങളുണ്ട് കേരളത്തിൽ. ജാഗ്രതയായി. വാഹന ബ്രോക്കറുടെയും തടിമിൽ ഉടമകളുടെയും ചതിയിൽപ്പെട്ട് ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഒരു ടീമിനെ നമ്മൾ പരിചയപ്പെടുത്തുകയാണ്. പാലക്കാട് മരുത റോഡ് സ്വദേശി ജാഫർ സാദിഖ് എന്നാണ് ഇയാളുടെ പേര്. രേഖകളെല്ലാം ഉണ്ടെന്ന് പറഞ്ഞ് തടിമിൽ ഉടമയായ പട്ടയഭൂമിയിൽ നിന്ന് വെട്ടിയ കള്ളത്തടി കയറ്റിയതോടെ ജാഫർ സാദിഖിന്റെ ലോറി കഴിഞ്ഞ 6 മാസമായി കർണാടക വനം വകുപ്പിന്റെ കസ്റ്റഡിയിലാണ്. എന്ത് പിഴച്ചു പാവം മനുഷ്യൻ, കണ്ടോളൂ. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ പാലക്കാട് കഞ്ചിക്കോട് നിന്ന് കാസർകോട്ടേക്ക് സിമന്റും കയറ്റി സ്വന്തം ലോറിയിൽ പോയതാണ് മരുത റോഡ് സ്വദേശി ജാഫർ സാദിഖ്. തിരിച്ചു വരുന്നതിനിടയിൽ പെരിന്തൽമണ്ണയിലെ മലബാർ ട്രാൻസ്പോർട്ടിംഗ് എന്ന ബുക്കിംഗ് ഓഫീസ് കർണാടകയിൽ നിന്നും മരത്തടി കൊണ്ടുവരുന്നതിന് സാദിഖിനെ ബന്ധപ്പെട്ടു. കർണാടകയിലെ കുന്താപൂരിൽ നിന്ന് കോഴിക്കോട് ഫറോക്കിലെ തീപ്പെട്ടി കമ്പനിയിലേക്കുള്ള ഓട്ടമാണെന്നും കയറ്റുന്ന മരത്തിന് രേഖകൾ ഉണ്ടെന്നും ബുക്കിംഗ് ഓഫീസ് ഉടമയും തടിമിൽ ഉടമയും സാദിഖിന് ഉറപ്പുകൊടുത്തു. ഇത് വിശ്വസിച്ച് കുന്താപൂരിലെത്തി മരത്തടി കയറ്റുന്നതിനിടെ കർണാടക വനംവകുപ്പ് ജാഫർ സാദിഖിനെയും ലോറിയെയും കസ്റ്റഡിയിലെടുത്തു. പട്ടയഭൂമിയിലെ മരത്തടി അനധികൃതമായി ലോറിയിൽ കയറ്റിയതിനാണ് നടപടിയെന്നും പറ്റിക്കപ്പെട്ടെന്നും വൈകിയാണ് ജാഫർ സാദിഖ് തിരിച്ചറിയുന്നത്. ലോഡ് എന്താ കയറ്റുന്നില്ലേ ചോദിച്ചപ്പോൾ ആയിട്ടില്ല, മരം മുറിച്ച് കഴിഞ്ഞിട്ടില്ല, പണിക്കാർ കിട്ടിയിട്ടില്ല പറഞ്ഞ് അതും പറഞ്ഞിട്ട് പുള്ളി എന്നെ ഒരു 5 ദിവസം അവിടെ നിർത്തി. ഒക്ടോബർ 5-ാം തീയതി രാവിലെ തന്നെ ലോഡ് കയറ്റാൻ പോയി. 3 ഇടങ്ങളിൽ ലോഡ് കയറ്റാൻ ഉണ്ടായിരുന്നു. ലാസ്റ്റ് 3ാമത്തെ സ്ഥലത്ത് നിന്ന് കയറ്റാൻ പോയപ്പോൾ സനൽകുമാർ പറഞ്ഞവനാണ് പാർട്ടി. അപ്പോൾ ഞാൻ ഇവനെ കൊണ്ട് സംസാരിച്ചപ്പോൾ ഇവൻ പറഞ്ഞ് പേപ്പറെല്ലാം നിങ്ങൾ പേടിക്കണ്ട, വണ്ടി ലോഡ് കയറി പോകണതിനുള്ളിൽ തരാൻ പറഞ്ഞു. മലയാളി ആയതുകൊണ്ട് അല്പം വിശ്വസിച്ച് പോയി. 3ാമത്തെ സ്ഥലത്ത് നിന്ന് ലോഡ് കയറ്റാൻ പോയപ്പോൾ ഫോറസ്റ്റുകാരായിരുന്നു വന്നത്. ഫോറസ്റ്റുകാർ വന്നിട്ട് ഇത് ഗവൺമെന്റിൽ പെട്ട മരമാണ്, അനധികൃതമായിട്ടുള്ള മരമാണ്, ഇത് ഇല്ലീഗലായിട്ട് കേസാണ് പറഞ്ഞിട്ട് ഫോറസ്റ്റുകാർ വന്ന് ആ മരം എൻ്റെ വണ്ടിക്കകത്ത് കയറ്റി എന്നെയും വണ്ടീനും പാടെ സീസ് ചെയ്തിട്ട് നേരെ കുന്താപുര റേഞ്ചർ ഓഫീസിലേക്ക് വണ്ടി കൊണ്ടുപോയി. 5 ദിവസം കർണാടക വനംവകുപ്പിന്റെ കസ്റ്റഡിയിലായിരുന്ന ജാഫർ സാദിഖിന് നിരപരാധിത്വം തെളിയിച്ചതോടെ ജാമ്യം കിട്ടി. പക്ഷേ സ്വന്തം വീട് പണയം വെച്ച് വാങ്ങിയ ലോറി കള്ളത്തടി കയറ്റിയ കുറ്റത്തിന് കഴിഞ്ഞ 6 മാസമായി കർണാടകയിലെ ഉദ്യോഗസ്ഥർ പിടിച്ചുവെച്ചിരിക്കുകയാണ്. 2.5 ലക്ഷം രൂപ പിഴയായി അടച്ചാൽ മാത്രമേ ലോറി വിട്ടുകിട്ടൂ. ഈ 6 മാസമായിട്ട് വണ്ടീൻ്റെ 6 അടവും പെൻഡിങ്, 2 ക്വാർട്ടർ ടാക്സ് പെൻഡിങ്. ഈ സനൽകുമാർ ഈ 2.25 ലക്ഷം കെട്ടിവെക്കാൻ പറഞ്ഞിട്ട് 2 മാസമായി. ഞാൻ ഇന്ന് ചെയ്തുതരാം, നാളെ ചെയ്തുതരാം, എൻ്റെ കയ്യിൽ കാശില്ല, ചെയ്തുതരാം പറഞ്ഞിട്ട് സുകുമാരൻ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ തന്നെ കൂടുതലും അറ്റൻഡ് ആക്കുന്നില്ല. ലോറി വിട്ട് കിട്ടണം. ഈ സനൽകുമാറും ഈ സുകുമാരന് മേലെ കേസ് ആക്കണം. വിറ്റ് വീഴ്ച എല്ലാം കൊഴിഞ്ഞു. ഇപ്പോൾ മൊത്തമില്ല. അന്നാട് ഞങ്ങൾ കഴിയാനും ബുദ്ധിമുട്ട്, അന്നാട് കഴിഞ്ഞു പോകാൻ ഭയങ്കര കടത്തിലും ബുദ്ധിമുട്ട്. ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു കഴിയാനില്ല, ആത്മഹത്യ ചെയ്യേണ്ട ഒരു കണ്ടീഷനിൽ എത്തിയിട്ടാണ് ഞങ്ങൾ കഴിഞ്ഞു പോണത്. എത്രയും പെട്ടെന്ന് ഈ ഇടവിട്ടിട്ട് ഇതിൻ്റെ ഒരു വിഷയം കണ്ടെത്തിയേ തന്നെ പറ്റുള്ളൂ. ബുക്കിംഗ് ഓഫീസിന്റെയും തടിമിൽ ഉടമകളുടെയും ചതിയിൽ മുമ്പും നിരവധി ലോറി ഉടമകൾ പെട്ടിട്ടുണ്ടെന്ന് തിരിച്ചറിഞ്ഞ ജാഫർ സാദിഖ് നിലവിൽ മുഖ്യമന്ത്രിക്കും പാലക്കാട് SP-ക്കും വിഷയത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകി കാത്തിരിക്കുകയാണ്. റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, ഇൻ റിപ്പോർട്ടർ, പാലക്കാട്.